യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമെന്ന് പറയുന്നത് ലോകത്തിന് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ഈ ഭാരതത്തിൻ്റെ മണ്ണിലുള്ള ജനകോടികൾ ക്രിസ്തുവിനെ അറിയാത്തവരുണ്ട്. അവർക്ക് യേശുവിനെ എങ്ങനെ കൊടുക്കും? അവരെ യേശുവിനെ എങ്ങനെ അറിയിക്കും? അവരെയൊക്കെ യേശുവിന് വേണ്ടി നേടണ്ടേ നമ്മളല്ലാതെ പിന്നെ ആര് യേശുവിനെ കുറിച്ച് അവരോട് പറയും? അത് നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് യേശുവിനെ ലോകത്തിന് നൽകുക എന്നുള്ളത്. പക്ഷെ ആ ഒരു തീഷ്ണതയോ ആ പ്രേക്ഷിത ചൈതന്യമോ നമുക്കില്ലാതെ പോകുന്നു. യേശുവിനെ കുറിച്ച് പറയണം, യേശുവിനെ മറ്റുള്ളവരെ അറിയിക്കണം. മറ്റുള്ളവരെ അറിയിക്കാനുള്ള എന്തെങ്കിലും വഴികൾ എന്തൊക്കെ ചെയ്യാം അത് ചെയ്യണം. അതിനൊന്നും നമ്മൾ ആരും തന്നെ പരിശ്രമിക്കാറില്ല. നമ്മൾ ധ്യാനം കൂടുന്നു, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു, നമ്മൾ വീട്ടിൽ പോകുന്നു. പക്ഷെ അങ്ങനെ ആയാൽ പോരാ. നമ്മൾ ഇറങ്ങണം യേശുവിന് വേണ്ടി. യേശുവിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടണം. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം, നിങ്ങളുടെ അയൽവാസികളോട് മറ്റൊക്കെ പറയണം. യേശു നിങ്ങൾക്ക് സൗഖ്യം തരും, യേശു നിങ്ങളെ അനുഗ്രഹിക്കും. ധൈര്യത്തോടെ പറയണം. യേശു നിങ്ങൾക്ക് വേണ്ടത് തരും. യേശു ദൈവമാണ്, സൗഖ്യം തരുന്നവനാണ്, അനുഗ്രഹിക്കുന്നവനാണ്, നിങ്ങളുടെ കരുണ കാണിക്കും, നിങ്ങളുടെ പാപങ്ങളെ യേശു ഏറ്റെടുക്കും. യേശു നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് മരിച്ചത്. ഈ രക്ഷയുടെ സന്ദേശം പറയാൻ വേണ്ടി നമ്മളെ എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വലിയ ദൗത്യമാണ്. നമ്മൾ ഇറങ്ങിയാൽ പരിശുദ്ധാത്മാവ് നമ്മളിവിടെ പ്രവർത്തിക്കും. വീട്ടിലിരുന്നാൽ ഒന്നും നടക്കത്തില്ല. ആര് ഇറങ്ങിപ്പുറപ്പെടുന്നവരുടെ കൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ. ആര് തീരുമാനമെടുത്തിറങ്ങുന്നുവോ അവരുടെ കൂടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായ ആഴമായ ഒരു വിശ്വാസത്തിലേക്ക് വരണം. എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ വേല ചെയ്യും, എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെല്ലാം ഞാൻ യേശുവിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു ഉറച്ച തീരുമാനം. ഏതൊക്കെ രീതിയിൽ യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടാവോ ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം, ആത്മാക്കളെ നേടണം. പ്രത്യേകിച്ച് മീഡിയയിലൂടെയൊക്കെ ഉള്ള ശുശ്രൂഷകൾ ഒത്തിരി അനുഗ്രഹമാണ്. ഒത്തിരിയേറെ നമ്മളെ ദൈവം ഇതിലൂടെ അനുഗ്രഹിക്കും. അനേകർ യേശുവിനെ കുറിച്ച് അറിഞ്ഞ് അവരനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇത് മാത്രമാണോ? മരിച്ചുപോയ നമ്മുടെ പിതാക്കന്മാർ, പൂർവികർക്ക് വരെ ദൈവം വിടുതല കൊടുക്കും, നമ്മുടെ കരുണ കാണിക്കും. നമ്മൾ കർത്താവിനോട് വേല ചെയ്യുമ്പോൾ ചെറിയ കാര്യമല്ല. ഒരാത്മാവിനെ നേടുക, ക്രിസ്തുവിന് വേണ്ടി നേടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള ഒരു സഹോദരനുണ്ട്, ജനാർദ്ദനൻ എന്നാണ് പേര്. ജനാർദ്ദനൻ്റെ ചേട്ടൻ്റെ പേരാണ് മണി. മണിയും ഭാര്യയുമാണ് ആദ്യം നമ്മുടെ ധ്യാനം കൂടുന്നത്. അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ഒരു 15 വർഷങ്ങളായിട്ടുണ്ട്. അന്ന് മണിയും ഭാര്യയും കൂടെ ധ്യാനത്തിന് വന്നു. മണി എന്ന് വരുമ്പോൾ മണിയുടെ ശരീരത്തിൽ ഇങ്ങനെ പഴുത്ത വ്രണങ്ങളാണ്, വർഷങ്ങളായിട്ടുള്ള വ്രണങ്ങൾ, കരിയാത്ത വ്രണങ്ങൾ. പാമ്പനാറാണ് വീട്, ഏലത്തോട്ടത്തിലെ ജോലിയാണ്. എന്നോട് പറഞ്ഞത് 12 വയസ്സ് മുതൽ വാറ്റിയേര ഉണ്ടാക്കി കുടിക്കും, പുകവലി, എല്ലാ പരിപാടിയുണ്ട്. അങ്ങനെ ജീവിക്കുന്നൊരു മനുഷ്യൻ. അന്ന് ധ്യാനത്തിന് വരുമ്പോൾ എനിക്കൊന്നൊരു 40-45 വയസ്സ് കാണും, അത്രയേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ധ്യാനത്തിന് വന്നു. ഈ വ്രണങ്ങൾ കരിയുന്നില്ല, മദ്യപാനം, പുകവലി, ആ അവസ്ഥകൾ. ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് ലങ്സിന് ക്യാൻസർ, ഈ അവസ്ഥയിലാണ് വന്നത്. അപ്പം ഭാര്യ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു, അവിടുന്ന് വന്നാണ്. അങ്ങനെ ധ്യാനത്തിൽ ആരോ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ധ്യാനം കൂടി. ധ്യാനാവസരത്തിൽ ഞാൻ ഇവരുടെ അടുക്ക വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം കർത്താവ് ചെയ്യുക. ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ നേരത്ത് ഈ മണിയുടെ ശരീരത്തിലെ ഈ വ്രണങ്ങളെല്ലാം കരിഞ്ഞു കഴിഞ്ഞിരുന്നു. എല്ലാ വ്രണവും കരിഞ്ഞു. മണി ഒരു തീരുമാനമെടുത്തു, മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല.
മദ്യപാനം, പുകവലി അവസാനിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഈ ചേച്ചിയുടെ, മണിയുടെ വൈഫിൻ്റെ നിങ്ങൾ സ്കാൻ ചെയ്യണം, എന്നിട്ട് വന്ന് സാക്ഷ്യം. പിറ്റേ മാസം അവർ വന്നു സാക്ഷ്യം പറയാൻ വന്നപ്പോൾ അന്യൻ ജനാർദ്ദനും കുറേ കുടുംബാംഗങ്ങളെല്ലാം ധ്യാനത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ചെന്ന് പരിശോധിക്കുമ്പോൾ ആ ചേച്ചിയുടെ ലങ്സിലെ ക്യാൻസർ ഇല്ല. കർത്താവ് ഹീൽ ചെയ്തു. മണിയുടെ സോറിയാസിസും ഹീൽ ചെയ്തു. മദ്യപാനം, പുകവലിയെല്ലാം എടുത്തു മാറ്റി. വലിയ നമ്മുടെ ടീമിലുള്ള പ്രേക്ഷിതരാണ് അവർ. എന്നിട്ട് ഇവർ അനേകരെ, അവരുടെ ബന്ധുക്കളും മറ്റുള്ളവരൊക്കെ ധ്യാനത്തിൽ കൊണ്ടുവന്ന് അവരെല്ലാവരും ധ്യാനത്തിൽ പങ്കെടുത്തു. യേശുവിനെ അറിഞ്ഞു. പാമ്പനാർ പള്ളിയിൽ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് മാമോദീസ സ്വീകരിക്കുമ്പോൾ ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. 28 പേര് ഒന്നിച്ച് മാമോദീസ സ്വീകരിച്ചു. ഹല്ലേലൂയ. ആ മണിക്കും ആ ചേച്ചിക്കും കിട്ടിയ അത്ഭുത രോഗശാന്തിയാണ് അവരുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ യേശുവിലേക്ക് എത്തിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ രോഗസൗഖ്യം എന്ന് പറയുന്നത് അത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ്. രോഗിയെ സുഖപ്പെടുത്തുക, പിശാചിനെ പുറത്താക്കുക, വചനം പ്രഘോഷിക്കുക, അത്ഭുതങ്ങൾ ചെയ്യുക. അത് യേശു ചെയ്ത കാര്യം. അത് യേശു ഇന്നും ചെയ്യും. യേശുവിൻ്റെ ശുശ്രൂഷ അതായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും യേശുവിനെ മഹത്വപ്പെടുത്താനായിട്ട് അവൻ്റെ ശുശ്രൂഷ ചെയ്യണം. ആത്മാക്കളെ നേടുക എന്നുള്ളത് കുറച്ചുപേരുടെ മാത്രം ദൗത്യമല്ല. ഓരോ ക്രൈസ്തവൻ്റെയും, മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് ആത്മാക്കളെ നേടുക എന്നുള്ളത്. ആത്മാക്കളെ നേടണം. നമുക്ക് അനേകരെ ക്രിസ്തുവിന് വേണ്ടി സ്വന്തമാക്കാനുള്ള വലിയ ഒരു തീരുമാനം നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. എങ്ങനെ പ്രവർത്തിക്കാവോ ആ രീതിയിൽ നേരിട്ട് സംസാരിക്കാം, മീഡിയയിലൂടെ പ്രവർത്തിക്കാം, ഇഷ്ടമുള്ള വിധത്തിൽ നിങ്ങളെ ആത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കുക യേശുവിനായിട്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി കൺവെൻഷൻ ധ്യാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്താണ് തമിഴ് ധ്യാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ തഞ്ചാവൂര് ബെത്സൈദ എന്ന് പറയുന്ന ധ്യാന കേന്ദ്രമുണ്ട്. ഫാദർ മുത്തുസ്വാമി അച്ഛൻ അവിടെ ഡയറക്ടറായിരിക്കുമ്പോൾ നമ്മൾ കുറേ ധ്യാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് അവിടെ ഒരു പ്രേക്ഷിതനുണ്ടായിരുന്നു. സേവ്യർ എന്നാണ് പേര്. സേവ്യർ 2ാം ക്ലാസ് വിദ്യാഭ്യാസം, 40ലധികം കേസുകളെ പ്രതി, പക്ക ഗുണ്ട, തെമ്മാടി, വെട്ടും കുത്തുമായിട്ടാണ് വ്യക്തിയാണ്. ഒരു കൺവെൻഷനിൽ മുത്തുസ്വാമി അച്ഛൻ്റെ ഒരു കൺവെൻഷനിൽ ഈ മകന് പങ്കെടുത്തു. വളരെ ആദരിച്ചുകൊണ്ട് പങ്കെടുത്ത പരിശുദ്ധാത്മാവ് തൊട്ടു. 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവൻ ജീവിതം കർത്താവിന് അടിയറ വെച്ചു. മുത്തുസ്വാമി അച്ഛൻ്റെ കൂടെ ആ ധ്യാന കേന്ദ്രത്തിൽ പ്രേക്ഷിത വേല ആരംഭിച്ചു. അച്ഛനോടൊപ്പം അവിടെ സഹായിക്കാനും ശുശ്രൂഷക്കെല്ലാം കൂടി. അങ്ങനെ കക്കൂസ് കഴുകാനും മറ്റു പണിക്കും അടുക്കള പണിക്കും എല്ലാത്തിനും അവൻ കൂടി അവിടെ അങ്ങോട്ട്. ദൈവം ഇടപെട്ട് കേസുകൾ ഒന്നൊന്നായിട്ട് മാറി. 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സേവ്യർ 300ലധികം തമിഴ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ അനേക തമിഴ് പാട്ടുകൾ തമിഴ്നാട്ടിലെ ഹിറ്റാണ്, ഭക്തിഗാനങ്ങൾ. ഹല്ലേലൂയ. തീരുന്നില്ല. ബാക്കിയുടെ കേട്ടിട്ട് കൈയടിക്കാം. അതായത് ഈ സേവ്യറും അവിടെയുള്ള പ്രേക്ഷിതരൊക്കെ കൂടി ധ്യാനമില്ലാത്ത ദിവസങ്ങളിൽ തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളിലേക്ക് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു തമിഴ് ശൈലിയുണ്ടല്ലോ, ചെണ്ടയൊക്കെ അടിച്ച് അവരിങ്ങനെ കർത്താവിനെ സ്തുതിച്ചും ആളുകളൊക്കെ കൂടും, പാട്ടുമൊക്കെ പാടും. എന്നിട്ട് ജീസസ് സിനിമ ഒക്കെ കാണിച്ച് യേശുവിനെ കുറിച്ച് അവർ പ്രസംഗിക്കും, യേശുവിനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ഗ്രാമങ്ങൾ തോറും ഇങ്ങനെ നടന്നു ഇങ്ങനെ ആളുകളെക്കുറിച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞ് 1, 2 3000ഓളം പേര് മാമോദീസ സ്വീകരിച്ച് ഈ ഒരു വ്യക്തിയുടെ സുവിശേഷ വേല കൊണ്ട് ആ ഗ്രാമത്തിൽ ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടു. സേവ്യർ എന്നൊരു വ്യക്തിയിലൂടെ അവിടെ ആ കുറേ സാധാരണ മനുഷ്യരുടെ കർത്താവ് ചെയ്ത് പ്രവർത്തിക്കുക. ഇനി ഈ സേവ്യറിൻ്റെ വീട്ടിലെ അവസ്ഥ, ആകെ 4 സെന്റ് സ്ഥലം, ഒരു കൊച്ചു വീട്, ഒരു മുറി, ഒരു കട്ടിലേ ഉള്ളൂ. പറഞ്ഞാണ് കേട്ടോ, ഒരു കട്ടിലേ ഉള്ളൂ. 4 പിള്ളേരുണ്ട്. പിള്ളേർക്ക് കിടക്കാണ്ട് സിമെന്റ് സ്ലാബ് കൊണ്ട് വാർത്തിരിക്കുക. ഒറ്റ മുറിയാണ്. എന്നിട്ട് അതിനകത്ത് കമ്പിയുണ്ട്. കിടന്നു കഴിഞ്ഞാൽ കമ്പി വെച്ച് അടയ്ക്കും. അങ്ങനെയാണ് ഈ പിള്ളേർ കിടക്കുന്നത്. 4 പിള്ളേർ, ഒരു ചെറിയ ബാത്റൂം, ഒരു അടുക്കള, ഇത്രയുള്ളൂ, വേറെ ഒന്നുമില്ല. മുത്തുസ്വാമി അച്ഛൻ മാസം 10,000 രൂപ കൊടുക്കും. ഇതുകൊണ്ട് ഭാര്യയെ ഏൽപ്പിച്ചിട്ട് 1-2 ദിവസം വീട്ടിൽ നിന്ന് തിരിച്ചു പോരും. കർത്താവിന് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് ഈ മനുഷ്യൻ. ഒരു സാധാരണ മനുഷ്യൻ. ഈ സാധാരണ മനുഷ്യനിലൂടെയാണ് ദൈവം അനേകരെ യേശു സ്വന്തമാക്കിയ ജീവിതാനുഭവം. ഹല്ലേലൂയ. നമുക്കൊക്കെ ദൈവം കഴിവ് തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാൻ അറിയാം. ഇതൊക്കെ ആയിട്ടും നിങ്ങൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുണ്ടോ?
കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ? ഒരു വ്യക്തിയെങ്കിലും യേശുവിന് വേണ്ടി നേടാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ ദൗത്യമാണ് കേട്ടോ. ഒരാത്മാവിനെങ്കിലും, ഏതുവിധനെയും ഒരാത്മാവിനെങ്കിലും നേടാനായിട്ട് നിങ്ങൾ പറ്റണം. ഹല്ലേലൂയ. അത് ക്രിസ്ത്യാനിയാകാം, അല്ലാതെ വിജാതിയരാകാം. വിജാതിയുടെ സുവിശേഷം പറയാമെങ്കിൽ അങ്ങനെ ധൈര്യമായിട്ട് പറയണം. അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവർ തന്നെ എത്രയോ പേരാ മദ്യപാനവും തോന്നിവാസവും അല്ലെ ഡിവോഴ്സും പ്രശ്നങ്ങളൊക്കെ ജീവിക്കുന്നവർ. അവരോടൊക്കെ ചെന്ന് യേശുവിനെ കുറിച്ചൊന്ന് പറഞ്ഞ് ഒരു ധ്യാനം കൂടാനായിട്ട് പറ. കർത്താവ് വിടുതൽ കൊടുക്കില്ലേ? നിങ്ങൾ ഓരോരുത്തരും പ്രേക്ഷിതരായിട്ട് മാറണം. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് അഭിഷേകം ചെയ്ത് അയക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ വേലക്കാരായിട്ടാ, ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. അതിൽ പ്രധാന കാര്യമാണ് ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാനുള്ള ശക്തിയും അഭിഷേകവും എല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് യേശു ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ ജീവിതമാണ് നമുക്കുണ്ടാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനും 1-ാം സ്ഥാനം യേശുവിന് കൊടുക്കണം. ഹല്ലേലൂയ. യേശുവിനെ പ്രതി പലതും നമ്മൾ വേണ്ടെന്ന് വെക്കണം ധൈര്യമായിട്ട്. യേശുവിനെ പ്രതി എന്തു ത്യാഗം എടുക്കാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി. അവൻ നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. വലിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് വാരി കോരി ചൊരിയാനായിട്ട് പോകുക. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ്സ ഇത് ചെയ്തെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വഴിയില്ല. കാരണം സുവിശേഷം പ്രസംഗിക്കുക എൻ്റെ കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊടുക്കുന്നില്ലെങ്കിൽ, യേശുവിൻ്റെ വചനം പറയുന്നില്ലെങ്കിൽ, യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. ഞാൻ സ്വമനസ്സ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അത് ഉറപ്പ് വാഗ്ദാനമാണ്. എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. എൻ്റെ സ്വമനസ്സ ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. കുറിച്ചു വെച്ചു. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് പ്രതിഫലമുണ്ട്, നിന്റെ മക്കൾക്ക് പ്രതിഫലമുണ്ട്. തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് കർത്താവിൻ്റെ ശുശ്രൂഷ. ഒരാത്മാവിനെ നീ നേടിയാൽ മതി, സ്വർഗത്തിൽ നിനക്ക് സീറ്റ് ഉറപ്പാ. പാപത്തിൻ്റെ ചെളിക്കൊണ്ട് കിടക്കുന്ന ഒരാത്മാവിനെ കർത്താവിന് വേണ്ടി നേടിയാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു പ്രതിഫലമുണ്ട്. അത് തന്നെ യേശു പറയുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിന്റെ 30-ാമത്തെ തിരുവചനം. എന്നെ പ്രതിയും, യേശു പറയുക, എന്നെ പ്രതി, യേശുവിനെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും, യേശുവിനെ പ്രതിയും യേശുവിനെ സുവിശേഷത്തെ പ്രതിയും, ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരാർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല. 100 ഇരട്ടി. എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും, ഭാര്യയെ, മക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ എല്ലാം ഉപേക്ഷിച്ചാൽ 100 ഇരട്ടി നിനക്ക് പ്രതിഫലം ലഭിക്കും. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യ ജീവനും. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവിനെ പ്രതിയോ യേശുവിന്റെ സുവിശേഷത്തെ പ്രതിയോ നീ എന്തു ചെയ്താലും 100 ഇരട്ടിയാണ് പ്രതിഫലം തരുന്നത്. എത്രയാ? വചനം കേട്ടില്ലേ? 100 ഇരട്ടി കർത്താവ് തരും. നീ യേശുവിന് വേണ്ടി ചെയ്താൽ, യേശുവിന്റെ വചനത്തിന് വേണ്ടി ചെയ്താൽ 100 ഇരട്ടി നിനക്ക് പ്രതിഫലം ഉറപ്പാണ്. ഹല്ലേലൂയ. പിന്നെ പറയുന്നു മാതാക്കള്, ഭവനങ്ങള്, മക്കള്,
പിന്നെ പീഡനങ്ങൾ, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ. യേശുവിന് വേണ്ടി ഇറങ്ങിയാൽ എല്ലാം ഒരു കുഴപ്പമില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, നാട്ടുകാർക്കൊന്നും അത്ര ഒരു ഇഷ്ടം തോന്നിയ നീ യേശുവിന് വേണ്ടി ഇറങ്ങിയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പലരും പറയും, മോശമായിട്ടൊക്കെ നമ്മളെ പറഞ്ഞു തന്നിരിക്കും. അതൊക്കെ ഉണ്ടാവും, മുറിപ്പെടുന്ന അനുഭവങ്ങളുണ്ടാവും, വിഷമങ്ങളൊക്കെ വന്നെന്നിരിക്കും. ഹല്ലേലൂയ. അതൊക്കെ ഇങ്ങനെ കിടക്കും, മാനസിക പീഡനങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നീ കർത്താവിന് വേണ്ടി നിൽക്കണം. 100 ഇരട്ടി പ്രതിഫലം, 100 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യവും ഈ ഭൂമിയിലില്ല. അത് ഒറ്റ കാര്യമുള്ളൂ, കർത്താവിനെ പ്രതിയോ അവൻ്റെ സുവിശേഷത്തിനെ പ്രതിയോ എന്ത് ചെയ്താലും എത്രയാണ് പ്രതിഫലം? 100 ഇരട്ടി, 100 ഇരട്ടിയാണ് പ്രതിഫലം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി നീ നിൽക്കണം, യേശുവിന് വേണ്ടി നീ നിൽക്കണം. അങ്ങനെ നിന്നാൽ നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കി തന്നിരിക്കും. ഹല്ലേലൂയാ. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, ഈ സുവിശേഷം കൊടുക്കുക, ഈ ജീവന്റെ വചനങ്ങൾ കൊടുക്കുക, യേശുവിനെ കൊടുക്കുക. മറ്റൊരു വഴിയുമില്ല. യേശുവിനെ കൊടുക്കാതെ മറ്റൊരു വഴിയില്ല മനുഷ്യനെ രക്ഷിക്കാനായിട്ട്. ഒരു എളുപ്പ വഴിയില്ല. ശാസ്ത്രത്തിനോ സയൻസിനോ യുക്തിവാദത്തിനോ സൈക്കോളജിക്കോ ഒന്നും ഒരു രക്ഷയില്ല. യേശുവിനെ കൊടുത്താൽ എല്ലാം ആയിക്കഴിഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് യേശുവിനെ കൊടുക്കാം. നമ്മുടെ ജീവിത ദൗത്യം അതാണ്, എല്ലാവർക്കും യേശുവിനെ കൊടുക്കുക. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, പിന്നെ നമുക്ക് മീഡിയയിലൂടെ ഏതൊക്കെ വിധത്തിൽ യേശുവിനെ പ്രഘോഷിക്കാം, യേശുവിനെ മഹത്വപ്പെടുത്താം, അവൻ്റെ നാമത്തെ ഉയർത്താം. അതിന് അവസരം കിട്ടുന്നതൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അവന് വേണ്ടി, അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. സുവിശേഷത്തിന് വേണ്ടി നിന്റെ സമ്പത്ത്, സമയം, ജീവിതം നീ കൊടുക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. അനേകരെ സുവിശേഷം കൽപ്പിക്കുവാൻ, ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുവാൻ, അല്ലെങ്കിൽ മറ്റ് മാസികകൾ, വചനോത്സവം അല്ലെങ്കിൽ ശാലമൊക്കെ നമ്മൾ മേടിക്കണം. 10-25 മേടിച്ചിട്ട് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം, ബൈബിൾ കൊടുക്കണം. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുക, അതുപോലെ മാസികകൾ വിതരണം ചെയ്യുക. പിന്നെ ഇപ്പം ഇന്ന് മീഡിയ ഉണ്ട് ഒത്തിരി. അപ്പം നിങ്ങൾ വാട്സാപ്പിലൂടെ വചനം അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നല്ല വീഡിയോസ് അയച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ചെയ്യണം. കാരണം ഇന്ന് മീഡിയ ശക്തമാണ്. അതുകൊണ്ട് മീഡിയയിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, യേശുവിനോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. അതിന് തീരുമാനമെടുക്കണം. യേശുവിന് വേണ്ടി സാക്ഷ്യം കൊടുക്കേണ്ട വലിയ വലിയ ഒരു വിളിയാണ് നമ്മുടെ ഓരോരുത്തരും വിളി എന്ന് പറയുന്നത്. എവിടെയും യേശുവിന് നമ്മൾ സാക്ഷ്യം കൊടുത്തേ മതിയാവത്തുള്ളൂ. ക്രിസ്ത്യാനിയാണോ, നീ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം കൊടുക്കണം. ലെബനനിൽ 6-7 വർഷം മുൻപ് നടന്ന 21 കോപ്റ്റിക് ക്രൈസ്തവരെ കഴുത്ത് അറുത്തു കൊന്ന ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഭവം ഞാൻ പങ്കുവയ്ക്കുന്നു. ആ 21 പേരിൽ ഒരു ചെറുപ്പക്കാരൻ, 20-22 വയസ്സേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ ആഫ്രിക്കയിലെ ചാഡ് എന്നൊരു സ്ഥലമുണ്ട്. ആ ചാഡ് എന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിലെ, ഒരു സാധാരണ ക്രൈസ്തവ കുടുംബത്തിലെ ഒരു മകനാണ് ഈ മകൻ. അവൻ്റെ പേര് ഐരക എന്ന് പറയുന്ന 22 വയസ്സോ 21 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവനും ഈ ലെബനനിൽ ജോലി ചെയ്യണം. അവനും പിടിക്കപ്പെട്ടു. അപ്പം 21 പേരുടെ അവനുമുണ്ട്. ഈ പിടിച്ച ഈ ഭീകരർ ഇവരോട് പറയുന്നത്, ക്രിസ്തുവിനെ തള്ളി പറഞ്ഞാൽ, ക്രിസ്തുവിനെ ഡിനേ ചെയ്താൽ, അവനെ വേണ്ടെന്ന് വെച്ചാൽ, ഉപേക്ഷിച്ചാൽ നിനക്ക് ജീവിക്കാം. അവരാരും തയ്യാറായില്ല. നമ്മൾ കാണുന്നുണ്ട്, അവരുടെ മുടിക്കല്ലേ കൈ പുറകെ കെട്ടിരിക്കുക, എന്നിട്ട് മുടിക്കുത്തിനെ കൊണ്ട് വളച്ചിട്ട് കഴുത്ത് അറുത്ത് കൊല്ലുന്ന കാഴ്ച നമ്മൾ കാണുക. എന്നിട്ട് ആ ബ്ലഡ് ഇങ്ങനെ ഒഴുകി ആ കടലിൽ വ്യാപിക്കുന്ന കാഴ്ച. അതിൽ ഒരു ലാസ്റ്റ് ചെറുപ്പക്കാരന് ഐരക എന്ന ചെറുപ്പക്കാരൻ. ബാക്കി അവരെയൊക്കെ കഴുത്ത് മുറിച്ചു കൊന്നിട്ട് ലാസ്റ്റ് ഈ ചെറുപ്പക്കാരൻ്റെ അടുക്കൽ വരിക. അവനോട് പറഞ്ഞു, ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ നിന്നെ വിട്ടേക്കാം, നിന്റെ ജീവൻ നിനക്ക് കിട്ടും, നിനക്ക് പോകാം. അവൻ പറയുകയാണ്, ഈ 20 പേര് ആർക്കു വേണ്ടി ജീവൻ കൊടുത്തോ ആ ക്രിസ്തുവിനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. അവന് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അവനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ആ ചെറുപ്പക്കാരൻ്റെ വാക്കിളിതായിരുന്നു, ക്രിസ്തുവിനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഈ 20 പേർ ആർക്കു വേണ്ടി ജീവൻ കൊടുത്തോ അവന് വേണ്ടി ഞാനും മരിക്കും. പിന്നെ പറയണോ,
അവൻ്റെ മുടിക്കുത്തി കൊണ്ട് പിടിച്ച കഴുത്തറുത്ത് കൊന്നു. ആ 21 പേർക്ക് വേണ്ടി ഒരു രക്തസാക്ഷികൾ കൊണ്ട് ദേവാലയമൊക്കെ അവിടെ പണിത സംഭവമൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ച 21 പേരെ കൊന്നു. ഞാൻ പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ്റെ വിശ്വാസം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഞാൻ ആഫ്രിക്കയിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. കെനിയയും ഉഗാണ്ടയിലൊക്കെ ഒത്തിരിയേറെ. കെനിയ നല്ല സമ്പത്ത് വെച്ചോണ്. ഉഗാണ്ടയൊക്കെ വളരെ ദരിദ്ര രാജ്യമാണ്. അവിടെയൊക്കെ ജീവിക്കുന്ന ക്രൈസ്തവരുടെ ആ വിശ്വാസത്തിൻ്റെ ആ സാക്ഷ്യം കർത്താവിന് വേണ്ടി മരിക്കാൻ നിന്നു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങൾ തയ്യാറാവണം. യേശുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ജീവിക്കുന്ന ഈ ഒറ്റ ജീവിതമേ ഉള്ളൂ. ഈ ഒറ്റ ജീവിതമേ ഉള്ളൂ. ഇത് നമ്മൾ മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കണം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുകയാണ് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട്. വലിയ ഒരു ദൗത്യം നിങ്ങളെ ഈ ധ്യാനത്തിലൂടെ കർത്താവ് ഏൽപ്പിക്കുകയാണ്. ഈ ദൗത്യം ഏറ്റെടുക്കണം. ആത്മാക്കളെ നേടണം. അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടണം. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കണം. ഈ ഒരു തീഷ്ണത കൊണ്ട് നിങ്ങൾ ജ്വലിക്കുന്നവരായിട്ട് മാറണം. ഹല്ലേലൂയാ. മോളുടെ പേരെന്താ? അൽഫോൻസ. അൽഫോൺസ. മോളെ ക്ലാസ് പഠിക്കുന്നു? 5. എവിടാ വീട്? ആനക്കല്ല്. ആനക്കല്ലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒരു സാക്ഷ്യം പറയാനായിട്ടോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. ഈ കുഞ്ഞ് ICUവിൽ കിടക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പുസ്തകം, യേശുനാമത്തിൻ്റെ ഈ പുസ്തകം, നമ്മുടെ എല്ലാ പുസ്തകങ്ങളിലൂടെയും ഒത്തിരി അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ടില്ല. വചനങ്ങൾ വായിച്ച് ഇവിടെ സുഖപ്പെടുന്ന കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ. ഇതാണ് വാഗ്ദത്ത വചനങ്ങൾ പുസ്തകം. യേശുനാമത്തിൻ്റെ പുസ്തകം അല്ലേ? അല്ലേ? ഈ പുസ്തകവും ഉണ്ടായിരുന്നു. ഇതിനകത്തെ വചനങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് പിന്നെ പുസ്തകം വെച്ച് നിരന്തര പ്രാർത്ഥന ചേച്ചി അത്ഭുതമായിട്ട് സൗഖ്യം കിട്ടി. ആ ചേച്ചി തന്നെ പറയും. എൻ്റെ മോൾ അൽഫോൻസ, അവൾ കഴിഞ്ഞ ആഴ്ച ബിലീവ്സ് ആശുപത്രിയിലായിരുന്നു. അവളുടെ കൗണ്ട് താന്നു പോകുമായിരുന്നു. അപ്പോൾ ഡോക്ടർ 1.5 ലക്ഷം 20,000 ആയിപ്പോയി. അപ്പോൾ 1.5 ലക്ഷം വേണം കൗണ്ട്. അപ്പോൾ കൗണ്ട് ഡോക്ടർ പറഞ്ഞു 20,000 താന്നു പോയാൽ ഒത്തിരി പേടിക്കണം, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. വീട്ടിൽ ചാച്ചൻ വേറൊരു ആശുപത്രിയിൽ കിടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിലെ നമ്പർ ഓർത്ത് ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ എൻ്റെ കുഞ്ഞിനെ പോലെ ICU കിടക്കുവാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചു. അപ്പം അത് കഴിഞ്ഞ് കൊച്ചിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ കൗണ്ട് 30,000 ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് ആരാധനയിൽ പ്രത്യേകം കുഞ്ഞിന് വേണ്ടിയും ചാച്ചന് വേണ്ടിയും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ചാച്ചൻ തീരെ ഇതായി പോയിരുന്നു. ചാച്ചന് ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി. മോൾക്ക് സൗഖ്യം കിട്ടി. ഇന്നലെ ഞങ്ങൾ മിനിങ്ങാന്ന് മോളെയും കൊണ്ട് ബിലീവേഴ്സിൽ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവളുടെ കൗണ്ട് 5 ലക്ഷമായി. മരുന്ന് കൊടുത്ത് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനിയും കൗണ്ട് താന്നു പോകരുത്. അപ്പോൾ എൻ്റെ യേശു പൂർണ്ണ സൗഖ്യം തന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. വലിയൊരു സൗഖ്യമാണ് ഈ കുഞ്ഞിന് കിട്ടിയത്. 20,000 ആയിരുന്ന കൗണ്ട്. ICUലായിരുന്നു കുട്ടിയല്ലേ? ICUലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ആരാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാരാ? ഒരു ഫ്രണ്ട് ഇവിടെ ഈ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം വന്ന് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ നമ്മുടെ ഓഫീസിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന. പിന്നെ നമ്മുടെ പുസ്തകമൊക്കെ ഉപയോഗിച്ച് വചനം പറഞ്ഞൊക്കെ പ്രാർത്ഥിച്ചു. ഈശോ ഈ കുഞ്ഞിനെ തൊട്ടു. 20,000 കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ICUവിൽ നിന്ന് പോന്നു. 5 ലക്ഷമായി കൗണ്ട്. പിന്നെ പരിശോധിക്കുമ്പോൾ എന്താ കർത്താവിൻ്റെ പ്രവൃത്തിയല്ലേ? 20,000 5 ലക്ഷമായിട്ട് കൗണ്ട് വർദ്ധിച്ച ഒരത്ഭുതമാണ് ഈ കുഞ്ഞിന് വേണ്ടി കർത്താവ് ചെയ്തത്. കർത്താവായ യേശുവിന് മഹത്വം. അവൻ്റെ നാമത്തിന് മാത്രമാണ് മഹത്വം. സൗഖ്യം നൽകുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത്, അനുഗ്രഹിക്കുന്നത് യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോളെ സന്തോഷമായോ? കുഞ്ഞിന് ആരാ സൗഖ്യം തന്നേ? ഈശോ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.